ഡോക്ടർ VPP മുസ്തഫ, ഇതാ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നിരിക്കുന്നു. VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപനം തൊട്ടു പിന്നാലെ വന്നിരിക്കുന്നു പിണറായി വിജയൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുകൊണ്ട് നിയമസഭയിൽ ഇനി അടുത്ത പോരാട്ടം എന്ന് വേണം കാണാൻ. എന്താണ് ഈ നിമിഷത്തെ അങ്ങ് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇതൊന്നും കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പുതുമയുള്ള കാര്യമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അന്ന് സഖാവ് VS-ഉം സഖാവ് നായനാരും ഒക്കെ മാറി മാറി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. തിരിച്ച് നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. ഇതൊക്കെ ഈ സമീപഭൂതത്തിൽ, ഒരുപാട് പഴയൊന്നുമല്ലാന്ന്, സമീപഭൂതത്തിൽ കേരളത്തിൽ നടന്ന സംഗതികളല്ലേ. ഇപ്പം ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ കാലം തന്നെ എടുത്താൽ നമുക്കറിയാമല്ലോ. 57 EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അപ്പുറത്ത് PT ചാക്കോയും R ശങ്കറും പോലെയുള്ള ആളുകൾ. R ശങ്കർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ പ്രതിപക്ഷ നിരയിൽ സഖാവ് EMS. ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ തുടക്കം മുതൽ നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയും ഒരു പ്രതിപക്ഷ നേതാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് നമ്മുടെ നിയമസഭാ ചരിത്രത്തിലോ രാഷ്ട്രീയ ചരിത്രത്തിലോ ആദ്യത്തെ ഒരു സംഗതിയല്ല. അതിലെന്തെങ്കിലും അതുകൊണ്ട് പുതുമയുണ്ടാകുന്ന ഒന്നില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം രാഷ്ട്രീയമായി ആക്രമിച്ചത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമാണ് വാചകങ്ങൾ കൊണ്ട്, പക്ഷേ അത് അതിന്റെ പരിധിയും കടന്നു പോയിട്ടുണ്ട്. VD സതീശൻ എന്ന നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നേറിയത്. അതിൽ അദ്ദേഹത്തിന് ചില പേരുകളും ഇട്ടിരുന്നു, നുണേശൻ തുടങ്ങിയ പ്രയോഗങ്ങൾ. അത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉയർത്തുന്നതോ അല്ലെങ്കിൽ ഈ മുന്നണിക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് അത് മാറുകയായിരുന്നു എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ആ പ്രയോഗങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി എന്ന് പറഞ്ഞാൽ അതിനെന്താണ് മറുപടി? ശ്രീ K കരുണാകരനെ അന്ന് പ്രതിപക്ഷം CPM വിളിച്ചിരുന്നത് എന്താണെന്ന് സ്മൃതിയും അറിയുമല്ലോ. എന്താ വിളിച്ചിരുന്നത്? കരിങ്കാലി കരുണാകരൻ എന്നാണ്. അദ്ദേഹം അധികാരത്തിൽ നിന്നൊക്കെ പോയിട്ടും, അധികാരത്തിൽ നിന്നും പോയിട്ടും മിക്കവാറും ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് പലപ്പോഴും ശ്രീ K കരുണാകരനെ രാഷ്ട്രീയമായി വിമർശിക്കേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടായിരുന്നപ്പോൾ കരിങ്കാലി കരുണാകരൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ രാഷ്ട്രീയത്തിൽ ഇത്തരം തെറിച്ച് സഖാവ് VS-നെ, സഖാവ് EMS-നെ എന്താ വിമോചന സമരകാലത്ത് വിളിച്ചത്? കക്ക വിക്ക നമ്പൂരി എന്നല്ലേ? ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങളെന്തോ അത്രയൊന്നും മോശമായ ഭാഷയിലേക്ക് ഇന്നത്തെ കാലത്ത് എത്തിയിട്ടില്ല. കുറേ കൂടി നമ്മുടെ സമൂഹം മുന്നേറിയതുകൊണ്ട് അന്ന് വിളിച്ചതുപോലെ കക്ക വിങ്ക അല്ലെങ്കിൽ ഗൗരിയമ്മയൊക്കെ വിളിച്ചത് അന്ന് വിമോചന സമരകാലത്ത് വിളിച്ചതുപോലെയുള്ള ആക്ഷേപങ്ങളിലേക്കൊന്നും ഇന്നത്തെ കാലത്ത് എത്തിയിട്ടില്ല. കുറേ കൂടി നമ്മുടെ രാഷ്ട്രീയവും സമൂഹമൊക്കെ മുന്നേറിയതിനനുസരിച്ചിട്ടുള്ള സംഗതികളെ വന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ എന്തോ ഒരു പുതിയ പ്രയോഗം പോലെ അന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ കരുണാകരൻ മുഖ്യ കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ശ്രീ AK ആൻ്റണി വന്നപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം പ്രവർത്തിച്ചിട്ടുള്ളത്. തിരിച്ച് ഇടതുപക്ഷത്തിൽ EMS ഉണ്ടാകുമ്പോൾ EMS-നെയാണ് കോൺഗ്രസ് ടാർഗറ്റ് ചെയ്തത്. പിന്നെ സഖാവ് നായനാർ വന്നപ്പോൾ നായനാരിനെ ടാർഗറ്റ് ചെയ്തു. പിന്നെ VS വന്നപ്പോൾ VS-നെ ടാർഗറ്റ് ചെയ്തു. പിണറായി വന്നപ്പോൾ പിണറായിയെ ടാർഗറ്റ് ചെയ്തു. ഇതൊക്കെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെന്തോ ഇപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന 5 വർഷക്കാലം രമേശ് ചെന്നിത്തലയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് VD സതീശന്റെ പേര് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയല്ലേ വിമർശിച്ചുകൊണ്ടിരുന്നത്. വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇത്തരം പേരുകൾ വിളിച്ചിട്ടുള്ള ഒരു പ്രയോഗം ആ രൂപത്തിലേക്ക് കടന്നിട്ടില്ല. അങ്ങ് പറഞ്ഞതാണ് ശരിയാണ്. പഴയ കാലത്തെ രൂപത്തിലേക്കില്ല എങ്കിലും ഈ കാലത്ത് ഒരു ഇടക്കാലത്തില്ലാതിരുന്ന രൂപത്തിൽ VD സതീശൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് ഊർജ്ജമായി എന്നുള്ളതാണ്, അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉയർത്തി എന്നുള്ളതാണ്. Debate with Smriti Parathikkad.